സിനിമയിലും സീരിയലിലുമൊക്കെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും നമ്മെ കയ്യിലെടുക്കുന്ന പ്രിയ താരങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ മലയാളികൾക്ക് എന്നും വലിയ കൗതുകമാണ്. എന്നാൽ ഇന്ന് വാർത്തകൾ നിറയുന്നത് നടൻ പ്രശാന്തിൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദയം തകർക്കുന്ന ഒരു അനുഭവമാണ്. പത്തനംതിട്ട മല്ലപ്പള്ളിയിലാണ് 8 വർഷങ്ങൾക്ക് മുൻപ് പ്രശാന്തും ഭാര്യ ഷീബയും ചേർന്ന് അതിമനോഹരമായ ഒരു ഒറ്റനില വീട് പണിയുന്നത്. തിരുവല്ല കോളേജിലെ അധ്യാപികയും മുൻ അവതാരകയുമൊക്കെയായ ഷീബയുടെ വലിയ ആഗ്രഹമായിരുന്നു സ്വന്തമായി ഇങ്ങനെയൊരു വീട്. ചെറുപ്പം മുതലേ സ്ഥിരമായി വീട്ടുമാറ്റങ്ങൾ കണ്ടു വളർന്നതുകൊണ്ട് പ്രശാന്തിന് സ്വന്തം വീട് വേണമെന്ന വലിയ വാശിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ വിവാഹശേഷം വർഷങ്ങളോളം കുടുംബ വീട്ടിൽ താമസിച്ചതിനു ശേഷമാണ് ഷീബയുടെ ആഗ്രഹപ്രകാരം വീട് വെച്ചത്. കണ്ടവരെല്ലാം ഒരേ സ്വരത്തിൽ പുകഴ്ത്തിയ ആ വീട് പക്ഷേ വിധി മാറ്റിവെച്ച വലിയൊരു പരീക്ഷണത്തിൻ്റെ തുടക്കമായിരുന്നു. 2018 പ്രളയം കേരളത്തെ വിഴുങ്ങിയപ്പോൾ ആദ്യത്തെ ഇരയായി മാറിയത് ഈ വീടായിരുന്നു. താമസത്തിന് എത്തുന്നതിന് മുൻപ് തന്നെ വീടൊന്നാകെ വെള്ളത്തിനടിയിലായി. അന്ന് 2 ലക്ഷത്തിലധികം രൂപയുടെ സാമ്പത്തിക നഷ്ടമാണ് ഈ കുടുംബത്തിനുണ്ടായത്. എന്നാൽ അവിടെയും അവസാനിച്ചില്ല. 3 വർഷങ്ങൾക്ക് ശേഷം മുണ്ടക്കയത്തുണ്ടായ പ്രളയത്തിൽ എക്കൽ അടിഞ്ഞുകൂടി വീടിനകം വീണ്ടും പൂർണ്ണമായും നശിച്ചു. പോരാത്തതിന് ഇപ്പോഴിതാ 2026 പ്രളയജലം വീടിനെ വീണ്ടും വിഴുങ്ങിയിരിക്കുന്നു. 8 വർഷത്തിനിടയിൽ 3 തവണയാണ് വീട്ടിൽ വെള്ളം കയറി നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. ഒട്ടും പ്രളയസാധ്യതയില്ലാത്ത ഇടമെന്നു കരുതി പണിത വീട് ഇന്ന് ഓരോ മൺസൂണിനും ഭീതിയുടെ ഉറവിടമായി മാറുകയാണ്. ഓരോ മഴക്കാലത്തും ജീവനും കയ്യിൽ പിടിച്ച് വീടിനകത്ത് കഴിയാൻ പറ്റില്ല എന്ന തിരിച്ചറിവിൽ ഒടുവിൽ ആ സ്വപ്ന വീടിൻ്റെ പടിയിറങ്ങാൻ അവർ തീരുമാനിക്കുകയായിരുന്നു. നിലവിൽ പ്രശാന്തും ഷീബയും 2 മക്കളും തിരുവല്ലയിലെ ഒരു ഫ്ലാറ്റിലാണ് താമസം. ഇന്നവർ സുരക്ഷിതരാണ്. എങ്കിലും ചോര നീരാക്കി പണിതുയർത്തിയ ആ വീടിന്ന് വിജനമായി വെള്ളക്കെട്ടിൽ കിടക്കുന്ന കാഴ്ച ഈ കുടുംബത്തിന് ഉണ്ടാക്കുന്ന വേദന ചെറുതൊന്നുമല്ല. ഇഷ്ടപ്പെട്ടു പണിത ഒരു വീടിൻ്റെ പെയിൻ്റ് ഒന്നിളകിയാൽ പോലും സഹിക്കാൻ കഴിയാതെ നമ്മൾ മലയാളികൾക്ക് മുന്നിലാണ് 8 വർഷത്തിനിടെ 3 പ്രളയങ്ങളെ നേരിട്ടൊടുവിൽ സ്വന്തം വീട് ഉപേക്ഷിക്കേണ്ടി വന്ന പ്രശാന്തിൻ്റെയും കുടുംബത്തിൻ്റെയും അനുഭവം. ഈ പ്രതിസന്ധിയെയും അതിജീവിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ പ്രശാന്തിനും കുടുംബത്തിനും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക.